എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഓണം ഇങ്ങെത്താറായി. ഈ ഒരു ഓണനാളില് വളരെ എളുപ്പത്തിൽ കറികളൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വറുത്തരപ്പ് തയ്യാറാക്കി വെക്കാൻ പോവാണ്. ഈ ഒരു വറുത്തരപ്പ് നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിനും ഇഞ്ചിക്കറിക്കും അങ്ങനെയുള്ള വറുത്തരച്ച് ചെയ്യുന്ന എല്ലാ കറികൾക്കും ചേർക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അവരും ഇതുപോലെയൊക്കെ തന്നെ തയ്യാറാക്കി വെക്കാറുണ്ട്. എങ്കിൽ തന്നെയും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പാചകവും. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വറുത്തരപ്പ് ഉണ്ടാക്കി ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന്. സാമ്പാറിൻ്റെ വറുത്തരപ്പ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വളരെ തിന്നായിട്ട് തന്നെ ഇതൊന്ന് തിരുമ്മിയെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നിങ്ങൾ തിരുമ്മിയെടുക്കുമ്പോൾ നാളികേരപ്പീര വലുതായിട്ട് വരുവാണെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി നാളികേരം ഒന്ന് തിരുമ്മിയെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ നാളികേരം ഞാനിവിടെ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 15 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി സാമ്പാറിലേക്ക് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കണം, കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മുടെ നാളികേരത്തിലേക്ക് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. കാരണം നാളികേരം ഒന്ന് ചുവക്കെ ചൂടായി വരുമ്പോഴാണ് കറിവേപ്പില ചേർക്കേണ്ടത്. അപ്പോഴാണ് ആ സാമ്പാറിന് പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടുന്നത്. ഉടൻ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി വറുത്തെടുക്കാം. നാളികേരം നല്ലോണം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കണം. നാളികേരം വറുത്തെടുക്കുമ്പോൾ സാമ്പാർ പൊടി ഉപയോഗിക്കാതെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലേക്ക് മല്ലി, മുളക്, ജീരകം, കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് മല്ലി, മറ്റുള്ള ചേരുവകളൊന്നും തന്നെ ചേർക്കുന്നില്ല. സാമ്പാർ പൊടിയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കണേ. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു വറുത്തരപ്പ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഫ്രൈ ചെയ്ത് അരക്കുന്നത്, വെള്ളം ഒഴിച്ചല്ല. കാരണം നമുക്കിത് കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിക്കേണ്ടതാണ്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കണം. വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുത്ത് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം ഇതുപോലെ ഒന്ന് ചുവക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് വറുത്തെടുക്കണം. അതുപോലെ നാളികേരം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല ഇതായിട്ട് മുരിവായിട്ട് പോകും. കാരണം വലിയ പീസുകളും ഉണ്ടാകും, ചെറിയ പീസും ഉണ്ടാകും. അപ്പോൾ നാളികേരത്തിന്റെ ആ ഒരു കളറ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ സാമ്പാർ കഴിക്കുമ്പോൾ ഒരു കരിഞ്ഞ ചുവ കൂടെ കയറിയും വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ടാണ് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ ഒന്നുകൂടെ മുരിഞ്ഞു വരട്ടെ, അതുവരെയും ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നാളികേരം നല്ല ചുവക്കെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണ മുഴുവനും തന്നെ നാളികേരത്തിൽ നിന്നും ഊറി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു വറവ്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിന്റെ ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ വറുത്തരപ്പിന്റെ പാകം ഇതാണ്. കറക്റ്റായിട്ടുള്ളൊരു പാകത്തിലാണ് നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ തീയലൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഇനി വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ തീയലും സാമ്പാറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാളികേരം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ലപോലെ ഉണങ്ങി വന്നിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് നാളികേരം വറുത്തതിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 4 പേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ 10 തവണ സാമ്പാർ തയ്യാറാക്കാനുള്ള വറുത്തരപ്പായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു 3 പ്രാവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വറുത്തരപ്പ് ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല വെളിച്ചെണ്ണയൊക്കെ ഉള്ള തേങ്ങയായിരുന്നു, അതുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂടാറിയതിനു ശേഷമാണ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എന്റെ കൂട്ടുകാർക്ക് പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.